അത് തൃശ്ശൂരിന് മാത്രം സ്വന്തമാണ്. തൃശ്ശൂർ ഈ സാംസ്കാരിക നഗരിക്ക് മാത്രം ഉറപ്പുള്ള ഒരു കാഴ്ചയാണ്. നമുക്കിതാ ദൃശ്യങ്ങളിൽ കാണാം, ഈ ടാബ്ലോയുടെ ഉള്ളിലൊരു പുലിയുണ്ട്. ആ പുലിയുടെ നൃത്തം നമ്മൾക്ക് കാണാം. അത്രമാത്രം മനോഹര. ടാബ്ലോയ്ക്ക് മുകളിൽ ഒരു പുലിയുണ്ട്. ഏതായാലും ആകെ മൊത്തം അയ്യന്തോൾ കളറാക്കുകയാണ്. ആ പുലിയുടെ അടുത്തേക്ക് ഒന്ന് പോകാമോ ചേട്ടാ? ഒന്ന് നേരെ ഒന്ന് പോയി നോക്കട്ടെ. ഈ പുലി കടിക്കോ? കടിക്കില്ല. എത്ര വർഷമായി പുലിയാവുന്നു? 4 വർഷം. എങ്ങനെയുണ്ട്? ഇത് അടിപൊളി ടാബ്ലോ ആണല്ലോ. അല്ല പിന്നെ അയ്യന്തോൾ പൊളിക്കില്ലേ? അയ്യന്തോള് പൊളിക്കും. കപ്പടിക്കോ? പിന്നെ കപ്പും വേറെ തന്നെ കപ്പ അടിച്ചുള്ളൂ. കപ്പ അടിക്കുള്ളൂ. പൊളി നല്ല സുഖമുണ്ടോ ഇങ്ങനെ ഇരിക്കാൻ? നല്ല സുഖം പറയാ. കളിയായിരുന്നു, ഇപ്പൊ സുഖമുണ്ട്. ഓക്കെ. അപ്പൊ ടാബ്ലോയ്ക്ക് ഉള്ളിലുമുള്ള പുലിയുണ്ട്, ടാബ്ലോയ്ക്ക് മുകളിലൊരു പുലിയുണ്ട്. അപ്പൊ അങ്ങോട്ട് കയറി ചെല്ലാൻ ഞാൻ റിസ്ക് എടുക്കുന്നില്ല. അപ്പൊ എന്തായാലും ആ പുലിയും അവിടുന്ന് നൃത്തം വെക്കുന്നതുകൊണ്ട് ആകെ മൊത്തത്തിൽ അയ്യന്തോളുകാർ ഇവിടെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ ഒരു എവിടുന്ന വരുന്നേ? തൃശ്ശൂരുകാരിയാണ്. അയ്യന്തോളിന്റെ കൂടെയാണോ? അല്ല, കുട്ടംകുളങ്ങരയുടെ കൂടെയാണോ? ശരി. ഇവരുടെ കാര്യം സസ്പെൻസ് അറിയാൻ ടീമുകളുണ്ട് കേട്ടോ. കുട്ടംകുളങ്ങരയുണ്ട്, സീതാറാമുണ്ട്. ആരെ ജയിക്കുക? എല്ലാവരും ഒരേപോലെ തന്നെയാണ്. എല്ലാവരും ഒരേപോലെയാണ്. പറയാൻ പറ്റില്ല, ആരെന്ന് പറയാൻ പറ്റില്ല അല്ലേ? അയ്യന്തോളായാലും വിയൂരായാലും എല്ലാവരും നമുക്ക് ഒന്ന് തന്നെയാണ്. എല്ലാരും ജയിക്കണം. ഓക്കെ. എല്ലാവരും ശക്തമായ കഥാപാത്രങ്ങളാണ്. എല്ലാവരും ഇത് തന്നെയാണ്. ഇവിടെ ആരാണ് മുന്നിൽ, ആര് കപ്പടിക്കുക എന്നുള്ളതൊക്കെ ഒരു വല്ലാത്ത സസ്പെൻസ് ആണ്. അത്രേ ഉള്ളൂ. കപ്പ എന്തോളം അടിക്കുള്ളൂ. അതിലൊരു മാറ്റമില്ല. അത്രയും പാടുപെട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് കാണുന്നത്. അതെ തീർച്ചയായിട്ടും. അപ്പൊ കപ്പടിക്കും. കപ്പടിച്ചിരിക്കും. അയ്യന്തോളുകാർ കൊണ്ടുപോകും. അയ്യന്തോളുകാർ കപ്പും കൊണ്ടുപോകുന്നതാണ് അയ്യന്തോളുകാർ പറയണത്. മറ്റുള്ളവര് കുട്ടകുളങ്ങരക്കാരും ബാക്കി എല്ലാ 9 ദേശക്കാരുണ്ട്. അവരെല്ലാരും ഒന്നടങ്കം പറയണത് കപ്പ് ഞങ്ങളിങ്ങ് എടുക്കും കെടിയത് തന്നെയാണ്. എന്തായാലും അത് എന്താവുമെന്ന് നമുക്ക് നോക്കാം. കാരണം നമ്മൾ തന്നെ ഇവിടെ കണ്ടല്ലോ, നമ്മൾ തന്നെ ഇതെങ്ങനെ വിലയിരുത്തുമെന്നുള്ള കൺഫ്യൂഷനാണ്. കാരണം എല്ലാവരും ഒന്നിനൊന്നും വെച്ചോണം. അപ്പൊ ഇതിൽ ആര് ഇവിടുത്തെ ഈ പുലിക്കല്ലിയുടെ കപ്പം കൊണ്ട് പോകുന്നു വെച്ച് കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത സംശയം തന്നെയാണ്. പക്ഷെ അത്രമാത്രം ഭംഗിയുള്ള കാഴ്ചകള് ഓരോ പുലിമടകൾ നമ്മൾ കണ്ടു. എന്തൊരു ഭംഗിയാണല്ലേ ആ പുലിമടയൊക്കെ കാണാൻ. ആ പുലിമട വിട്ട് പുലികൾ ഇറങ്ങി ഇപ്പോഴിതാ തൃശ്ശൂർ നഗരത്തെ പിടിച്ചിരിക്കുകയാണ് പുലികൾ. ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് അത് വാക്കുകൾക്ക് അതീതമായ അത്രമേൽ സുന്ദരമായ കാഴ്ചയാണ് എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. നമ്മളെ ഓരോ പുലികളും ഓരോ പുലിച്ചുവടും നമ്മളെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായി ഈ കാഴ്ച കാണാൻ എത്തുന്ന ആളുകൾക്ക് ഒരു വല്ലാത്ത അനുഭൂതിയാണ്. ആദ്യമാണ് ഈ കാഴ്ച കാണുന്നത്. ഇത് കണ്ടറിയേണ്ട, ഇവിടെ വന്ന് അനുഭവിച്ചറിയേണ്ട ഒരു കാഴ്ചയാണ്. ആ കാര്യത്തിൽ സംശയമില്ല. അത്രമേൽ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ നാട്, ഈ ശക്തന്റെ മണ്ണ്, ഈ പുലിക്കളി സംഘങ്ങൾ എല്ലാവരും അത്രമേൽ നമ്മളെ ആവേശപ്പെടുത്തുകയാണ്. ഇത് തൃശ്ശൂരിൽ മാത്രമുള്ളൊരു കളിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് തൃശ്ശൂരുകാർക്ക് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന വർണ്ണവിസ്മയ കാഴ്ചകളുടെ ഒരു വലിയ ശേഖരം തന്നെയാണ് ഈ പുലിക്കളി എന്ന കാര്യത്തിൽ സംശയമില്ല. അത്രമേൽ ആവേശത്തിലാണ് ഈ നാട്. ഈ കേരളത്തിന്റെ അഭിമാന മാമാങ്കം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അങ്ങനെ തന്നെയാണ് കേരളത്തിന്റെ അഭിമാന മാമാങ്കമാണ് പുലിക്കളി. അത്രമേൽ മികവോട് കൂടിയ സംഘാടനമാണ് ഇവിടെ നടന്നത്. ഏത് പുലിക്കളി സംഘം കപ്പടിക്കുമെന്ന് ചോദിച്ചാൽ അത് ഓരോ ദേശക്കാരും പറയുന്നത് അവരുടെ ദേശം അടിക്കുമെന്നാണ്. പക്ഷെ നമ്മൾക്ക് പോലും സംശയം തോന്നിപ്പോവും ആരായിരിക്കും ഇതിൽ കപ്പടിക്കുക എന്ന്. കാരണം അത്രമാത്രം സർപ്രൈസുകളുമായാണ് ഓരോ സംഘവും മുന്നോട്ട് വെക്കുന്നത്. 9 ദേശവും ഓരോ എന്താണ് അയ്യന്തോള് കപ്പടിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ബാക്കി എല്ലാവരും പറയണ്ടല്ലോ അവരൊക്കെ ഉറപ്പാണ്. അതാണ്. അപ്പോ നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ തന്നെ അയ്യന്തോള് കപ്പടിക്കുന്നതാണ് അയ്യന്തോളുകാർ പറയുന്നത്. പക്ഷെ അത് അത്രമേൽ പ്രവചനാതീതമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്രമാത്രം ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടെ വരുന്നത്. എല്ലാവരും ഭയങ്കര ത്രില്ലിലാണ് എന്ന് തന്നെ പറയാം. അത്രമേൽ ആവേശത്തിലാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നമുക്ക് ഇവിടെ നോക്കൂ, ഒരാളുടെ മുഖം പോലും സങ്കടമില്ല. എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ, പുലിക്കളിയുടെ ആവേശത്തിൽ, തൃശ്ശൂർ നഗരത്തെ പുലി പിടിച്ചത് കാണാനുള്ള സന്തോഷത്തിലെത്തിയ ആളുകളാണ് ഇവിടെ ഉള്ളത്. അത്രമേൽ തിക്കും തിരക്കുമുണ്ട്. എന്നിട്ട് പോലും എല്ലാവരും ഫുൾ ഓണാണ്. ഇവിടെ ഫുൾ ഒരൊറ്റ മൂഡ്. ഇവിടുത്തെ മൂഡ് ഏത് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഇവിടെ ഒരേ ഒരു മൂടേ ഉള്ളൂ. അത് ഇവിടുത്തെ പുലി മൂടാണ്, പൊളി മൂടാണ്. അത്രമേൽ ഒരു ചേട്ടൻ നമ്മളെ മാടി വിളിക്കുന്നുണ്ട്. എന്താണ് ചേട്ടാ, ചേട്ടൻ കണ്ടുവരുന്നല്ലേ? അതെ, നമ്മൾ തിരിച്ച് ആദ്യം വന്ന് നിങ്ങൾ എടുക്കാൻ വന്നിട്ട് അടിപൊളി പരിപാടിയാണ്. എല്ലാവരും എടുക്കുന്ന സംസ്ഥാനം സൂപ്പർ പരിപാടി. അതാണ് തന്നെയാണ് എല്ലാവർക്കും പറയുന്നത്. ഇവിടെ സൂപ്പറാണ്. ഞാൻ തൃശ്ശൂരാണ്. തോമസേട്ടാ കൈമുക്ക് രാമപുരത്ത് വഞ്ചിപ്പാട്ട് പാടുന്ന കോട്ടയത്ത് വന്നൊക്കെ വഞ്ചിപ്പാട്ടുകാരൻ തോമസ് ചേട്ടൻ എവിടെ?
വഞ്ചിപ്പാട്ടുകാരൻ തോമസ് ചേട്ടൻ അവിടെ കൈ കാണിക്കും. കുഞ്ചായില്ലേ ആ നാട്ടിൽ തോമസ് ചേട്ടൻ തൃശ്ശൂർ കാണാമെന്നുള്ള ബാക്കി പാട് കേക്കട്ടെ. കുട്ടനാടൻ കുഞ്ചായിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊച്ചു വേണം കുയിൽ വേണം കുഴവ വേണം ഓ തിത്തി താര തിത്തേ തിത്തേ സഗോരാതി പക്ഷിയുടെ കോലാഹലം കേട്ടുകൊണ്ട് വിനിഗമിച്ചു നാഴിക തോറും വളരും ഭക്തി നൽകും ആനന്ദനം രാമങ്ങളെ ജയിച്ചുകൊണ്ട് ചെയ്തു കുജാലൻ ഓ തിത്തി താര തിത്തേ 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 തകതേ. വഞ്ചിപ്പാട്ടുകാരൻ തോമസ് ചേട്ടൻ അവിടെ ഉണ്ട്. തോമസ് ചേട്ടന്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു ഗ്യാപ്പ് എനിക്കില്ല. തോമസ് ചേട്ടൻ ഹായ്. തോമസ് ചേട്ടൻ കളി കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങ് വഞ്ചിപ്പാട്ടിന്റെ നാട്ടിൽ നിന്ന് തൃശ്ശൂർക്ക് വന്നിരിക്കുകയാണ്, പുലികളുടെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയ ആളുകളാണുള്ളത്. തൃശ്ശൂർ എന്തായാലും ആവേശത്തിലാണ്. അതിൽ ആവേശം എന്നുള്ള വാക്കൊന്നും വളരെ കുറഞ്ഞു പോകുമെന്ന് തോന്നിപ്പോകുന്നു. കാരണം അത്രമാത്രം വേറെ ലെവൽ വൈബിലാണ് ഈ നാടുള്ളത്, ഈ നാട്ടുകാരുള്ളത്. ഈ നാട് മുഴുവൻ, തൃശ്ശൂർ മുഴുവൻ ഈ ഗ്രൗണ്ടിലുണ്ട് എന്ന് നിസ്സംശയം പറയാനാകും. അത്രമാത്രം രസമുള്ള കാഴ്ചകൾക്കാണ് നമ്മൾ സാക്ഷിയാവുന്നത്. പുലികളി അതിന്റെ ആവേശത്തിലേക്ക് ഇങ്ങനെ കൊട്ടിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. അയ്യന്തോൾ ദേശത്തിന്റെ സംഘം ഇതാ നടുവിലായിൽ നിന്ന് ഇപ്പോൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ചക്കാമുക്ക് ദേശമാണ് അടുത്തതായിട്ട് നടുവിലേക്ക് എത്തേണ്ടത്. നമുക്ക് കാണാൻ കഴിയും അവരുടെ കൊട്ട് അങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ചക്കാമുക്ക് ദേശത്തിന്റെ ആ കൊട്ടാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാനാകുന്നത്. അല്പസമയത്തിനകം തന്നെ അവരുടെ സംഘവും ഇവിടേക്ക് എത്തിച്ചേരും. വലിയ ആവേശത്തിലേക്ക് നടന്നു കയറുകയാണ് തൃശ്ശൂരിലെ പുലികളി സംഘം. നമുക്കറിയാം